ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ കാവേരിക്ക് ഒരു തുണയായി നരനും ഇനിയുള്ള എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. നരൻ തന്റെ മുത്തച്ഛന് പറ്റിയ അവസ്ഥ ആലോചിച്ച് തകർന്നു പോവുകയാണ്. നരൻ എന്നിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇനിയും ഞാൻ എന്റെ കുടുംബത്തിലെ എല്ലാ കാര്യത്തിൽ നിന്നും അകന്നു നിന്നാൽ എനിക്ക് എന്റെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും കൂടി നഷ്ടപ്പെടും. ഇനിയും ആ ശിവരാജൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. ആ ശിവരാജൻ എന്നെ തകർത്ത് എന്റെ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വെറുതെ നോക്കിയിരിക്കാൻ പറ്റൂല. ഞാനും എല്ലാറ്റിനും മുന്നിൽ നിന്ന് നോക്കി നടത്തുക തന്നെ വേണം എന്ന തീരുമാനമെടുക്കുവാണ് നരൻ. ജയപാലൻ തോട്ടത്തിന്റെ പണിക്കാരനിൽ നിന്നും ആ തോട്ടത്തെ പറ്റി കാവേരി അന്വേഷിക്കാൻ വന്നിരുന്നു എന്നും ആ തോട്ടം ജയപാലൻ ആരിൽ നിന്നാണ് വാങ്ങിയത് എന്ന് അന്വേഷിച്ച് നടക്കുവാണ് എന്ന് മനസ്സിലാകുമ്പോൾ ജയപാലൻ അന്ന് പേടിക്കുന്നുണ്ട്. കാരണം ജയപാലൻ അരവിന്ദനെ പറ്റിച്ച് ഒരുപാട് കള്ളക്കളികൾ നടത്തിയാണ് അരവിന്ദന്റെ പേരിലുള്ള ആ തോട്ടം ജയപാലന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തത്. ശിവരാജൻ രഘുനാഥൻ സാർ അറിയാതെയാണ് അരവിന്ദൻ വാങ്ങിയ സ്ഥലം ജയപാലന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കൂട്ടുനിന്നത്. ഈ കാര്യം കാവേരി മനസ്സിലാക്കിയാൽ ജയപാലനും ശിവരാജനും പെടും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ജയപാലൻ കാവേരി ആ തോട്ടത്തിന്റെ രഹസ്യം അന്വേഷിക്കാതിരിക്കാൻ കാവേരിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച് ഉറച്ചു നിൽക്കാണ് ജയപാലൻ. ഗംഗയും വിനീതും ബേബി ചേട്ടന്റെയും സലീമിക്കയുടെയും ഒപ്പം തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോയതാണ്. പക്ഷേ ഗംഗയ്ക്ക് ബേബി ചേട്ടനും സലീമിക്കയും കൂടെ വരുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഗംഗയുടെയും വിനീതിന്റെയും കല്യാണം കഴിഞ്ഞുള്ള ആദ്യ യാത്രയാണ് അത്. വിനീതിന്റെ കൂടെ ഒറ്റയ്ക്ക് പോകണമെന്നാണ് ഗംഗ ആഗ്രഹിക്കുന്നത്. വിനീതും ഗംഗയും ഒക്കെ ആദ്യമായിട്ടാണ് നാട്ടിൻപുറത്തു നിന്ന് ഒരു സിറ്റിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന ഓരോ കാഴ്ചയും വളരെ അത്ഭുതത്തോടു കൂടിയാണ് വിനീതും ഗംഗയും അതുപോലെ തന്നെ സലീമിക്കയും കാണുന്നത്. ബേബി ചേട്ടൻ പിന്നെ പുറം ലോകം കണ്ടു വന്ന ആളായതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവര് ബീച്ചിലേക്കാണ് ആദ്യം പോകുന്നത്. ആദ്യമായിട്ടാണ് വിനീതും ഗംഗയും ബീച്ച് കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അതിന്റെ സന്തോഷം അവരുടെ മുഖത്ത് കാണാം. വിനീത് ഗംഗയ്ക്കൊപ്പം സമയം ചെലവഴിക്കാതെ കൂടുതൽ സമയവും ബേബി ചേട്ടന്റെയും സലീമിക്കയുടെയും ഒപ്പമാണ് ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നത്. ഇത് കാണുന്ന ഗംഗയ്ക്ക് വിഷമമാവുന്നുണ്ട്. ഗംഗ ആ ബീച്ചിൽ ഒറ്റയ്ക്ക് അവര് കളിച്ച് നടക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ്. ഗംഗ അപ്പോൾ വിചാരിക്കുന്നുണ്ട്, എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വിനീതേട്ടന് ഒട്ടും താല്പര്യമില്ല. ഫുൾ ടൈം ബേബി ചേട്ടന്റെയും സലീമിക്കയുടെയും ഒപ്പമാണ്. പിന്നെ എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്ത് എന്നെ തനിച്ചാക്കി വിനീതേട്ടന് ഒരു സങ്കടവുമില്ലേ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഗംഗ. അപ്പൊ കുറച്ച് അലമ്പ് പയ്യന്മാര് വന്ന് ഗംഗയെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. അതിലൊരുത്തൻ പറയാണ്, നോക്കടാ സാരിയൊക്കെ ഉടുത്ത് ഒരു സുന്ദരിയായിട്ടുള്ള പെണ്ണ് ബീച്ചില് തനിച്ച് നിൽക്കാണ്, കൂടെ ആരുമില്ലാന്നാ തോന്നുന്നേ, നമുക്കൊരു കമ്പനി കൊടുത്താലോ എന്നൊക്കെ പറഞ്ഞ് ഓരോ മോശമായിട്ട് ഗംഗയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കാണുന്ന ഗംഗ ഒന്ന് പേടിക്കുന്നുണ്ട്. ഗംഗയ്ക്ക് പണ്ട് ഹോം സ്റ്റേയിൽ വന്ന പയ്യന്മാരെ ഒക്കെയാണ് ഓർമ്മ വരുന്നത്. ഗംഗ അന്ന് തട്ടിക്കൊണ്ടു പോയതൊക്കെ ഓർമ്മ വരുന്ന ഗംഗ ഈ പയ്യന്മാര് പെട്ടെന്ന് അടുത്തേക്ക് വന്നപ്പോ ഗംഗ പാനിക് ആവുകയാണ്. ഗംഗ എന്നിട്ട് വിനീതിനെ ഒക്കെ ചുറ്റും നോക്കുന്നുണ്ട്. പക്ഷെ വിനീത് ഗംഗയെ ശ്രദ്ധിക്കാതെ ബേബി ചേട്ടന്റെയും സലീമിക്കയുടെയും ഒപ്പം കളിച്ചു നടക്കുകയാണ്. അതുകൂടി കണ്ടപ്പോ ഗംഗ പെട്ടെന്ന് കരയാണ്. ഗംഗ കരയുന്നത് കണ്ടപ്പോ ആ പയ്യന്മാര് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് വിനീത് ഗംഗ കരയുന്നേ കാണുന്നത്. എന്നിട്ട് ഗംഗയുടെ അടുത്ത് വന്ന് എന്തു പറ്റി, എന്തിനാ ഗംഗ കരയുന്നേ എന്നൊക്കെ ചോദിക്കുവാണ്. ഗംഗ അപ്പൊ വിനീതിനോട് പറയാണ്, നമുക്ക് ഇവിടെ നിൽക്കണ്ട,
നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പറയുമ്പോ വിനീത് ഗംഗയോട് പറയാണ്, നമുക്കിതൊക്കെ കാണാനും സന്തോഷിച്ചിരിക്കാനും അല്ലേ ഞാൻ ഇന്നത്തെ പണിയും കളഞ്ഞ് ഇവിടേക്ക് വന്നത്. ഇപ്പോ തന്നെ പോകണമെന്ന് പറഞ്ഞ അത് ബേബിച്ചേട്ടനും സലീമക്കും സങ്കടാവൂലേ? അത് കേട്ടപ്പോ ഗംഗ വിചാരിക്കാണ്, വിനീതേട്ടന് എന്റെ സങ്കടം ഒന്നും കാണുന്നില്ല, അവരുടെ സന്തോഷമാണ് വലുത്. എന്നെ ഇവിടെ തനിച്ചാക്കി പോയതിൽ വിനീതേട്ടന് ഒരു സങ്കടവുമില്ല. എന്നിട്ട് വിനീത് ഗംഗയോട് പറയാണ്, നമുക്ക് ഇവിടെ കുറെ സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ടെന്നാണ് ബേബി ചേട്ടൻ പറഞ്ഞത്. അത് എല്ലാം കണ്ട് നമുക്ക് വൈകുന്നേരം തിരിച്ചു പോകാം. എന്നിട്ട് ഗംഗയോട് പറയാണ്, താൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്റെ ഒപ്പം ഉണ്ട്, ഞാൻ നിന്നെ തനിച്ചാക്കൂല. അത് കേൾക്കുമ്പോ ഗംഗയ്ക്ക് ചെറിയൊരു ആശ്വാസമാവുന്നുണ്ട്. പക്ഷേ സലീമിക്കയും ബേബി ചേട്ടനും വീണ്ടും വിനീതിനെ കളിക്കാൻ വിളിക്കുമ്പോ ആദ്യം വിനീത് ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവര് നിർബന്ധിക്കുമ്പോ വിനീത് ഗംഗയെ ഒന്ന് നോക്കുവാണ്. ഗംഗ വിനീതിനോട് പറയാണ്, വിനീതേട്ടൻ പൊയ്ക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. അപ്പോ വിനീത് ഗംഗയോട് ചോദിക്കുവാണ്, നിനക്ക് തനിച്ച് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ? ഗംഗ ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഗംഗയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഗംഗ കരുതുന്നത് വിനീതേട്ടൻ എന്റെ മനസ്സ് മനസ്സിലാക്കും, എന്നെ തനിച്ചാക്കി പോകൂല, എന്റെ കൂടെ തന്നെ നിൽക്കും എന്നാണ് കരുതിയേ. പക്ഷെ വിനീത് ഒന്നും ചിന്തിക്കാതെ ഗംഗ സമ്മതിച്ചല്ലോ എന്ന് കരുതി അവരുടെ അടുത്തേക്ക് പോകുവാണ്. അവരുടെ അടുത്തേക്ക് പോകുന്നത് കാണുമ്പോ ഗംഗയ്ക്ക് കൂടുതൽ വിഷമാവുകയാണ്. ഗംഗ അപ്പം മനസ്സിലാക്കുവാണ്, എനിക്ക് എന്താണ് ഇഷ്ടം, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊന്നും വിനീതേട്ടൻ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു യാത്രയോട് കൂടി വിനീതിൽ നിന്നും ചെറുതായിട്ട് അകലുവാണ് ഗംഗ. വിനീതിന് എന്നേക്കാൾ വലുത് അവരാണ്. അവരുടെ സന്തോഷത്തിന് അനുസരിച്ചാണ് വിനീത് നിൽക്കുന്നത്. എന്റെ ആഗ്രഹവും സന്തോഷവും ഒന്നും വിനീതേട്ടന് മനസ്സിലാകുന്നില്ല എന്നൊരു ചിന്ത ഗംഗയുടെ മനസ്സിലേക്ക് വരുവാണ്. കാവേരി വീട്ടിലും ജയബാലനെതിരെയുള്ള തെളിവുകൾ എങ്ങനെ കണ്ടെത്തും എന്നാലോചിച്ചിരിക്കുവാണ്. ഇവളെ കാണുന്ന ശാരദ എന്തു പറ്റി എന്ന് ചോദിക്കാണ്. അപ്പൊ കാവേരി അമ്മയോട് പറയാണ്, എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം, അതൊക്കെ ആലോചിച്ചിരിക്കുവായിരുന്നു എന്ന്. അത് കേട്ട ശാരദ പറയാണ്, അത് ശരിയാ, നീ ഇവിടെ കളിച്ചു നടക്കാതെ എന്തേലും ജോലി കണ്ടെത്താൻ നോക്ക്. കാവേരി അപ്പോഴും എന്തേലും തെളിവ് കണ്ടെത്തണം എന്ന് ആലോചിച്ചിരിക്കുവാണ്. എന്നിട്ട് ശാരദയോട് ചോദിക്കാണ്, അച്ഛന്റെ ഡയറിയൊക്കെ അമ്മ എവിടെയാണ് വെച്ചിരിക്കുന്നേ? അപ്പൊ ശാരദ പറയാണ്, അതൊക്കെ റൂമിൽ ഉണ്ടല്ലോ, നിനക്ക് എന്തിനാണെന്ന് ചോദിക്കാണ്. അപ്പൊ കാവേരി പറയാണ്, ഒന്നുമില്ല അമ്മേ, അച്ഛനെ ഓർമ്മ വന്നപ്പോ ഞാൻ ചോദിച്ചതാണെന്ന്. അപ്പൊ ശാരദ പിന്നെ ഒന്നും കാവേരിയോട് ചോദിക്കാൻ നിന്നില്ല. കാവേരി എന്നിട്ട് ശാരദയുടെ റൂമിൽ പോയിട്ട് അച്ഛന്റെ പെട്ടികളൊക്കെ തപ്പുവാണ്, എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയാൻ. അപ്പൊ കാവേരിക്ക് അതിന്ന് അച്ഛന്റെ ഒരു ഡയറി കിട്ടുവാണ്. ആ ഡയറി മറിച്ച് നോക്കുമ്പോൾ അതില് രഘുനാഥ് സാർ എന്ന ഒരാളുടെ പേരും അഡ്രസ്സും കാണുവാണ്. അത് കാണുമ്പോ കാവേരിക്ക് ഒരു ചെറിയ സംശയം തോന്നുവാണ്, ഇനി ഇത് ആയിരിക്കുമോ തോട്ടത്തിന്റെ ഓണർ? അതുകൊണ്ട് തന്നെ കാവേരി ആ പേരും അഡ്രസ്സും ഒക്കെ എഴുതിയെടുക്കുവാണ്. എന്നിട്ട് അത് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട് കാവേരി. ഗംഗ വീണ്ടും വിഷമിച്ചിരിക്കുമ്പോ വിനീത് ഗംഗയുടെ അടുത്ത് വരുവാണ്. വിനീതിനെ കാണുമ്പോ ഗംഗ ദേഷ്യപ്പെട്ട് പറയാണ്, എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്ക്, എനിക്കിവിടെ നിൽക്കണ്ട, എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുവിട്. അത് കേൾക്കുന്ന വിനീത് തകർന്നു പോകാണ്. വിനീത് ഗംഗയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ട്രിപ്പൊക്കെ വന്നത്. എന്നിട്ട് ഗംഗയ്ക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലാലോ എന്നാലോചിച്ച് സങ്കടം വരാണ്. എന്നിട്ട് വിനീത് ഗംഗയോട് ചോദിക്കുവാണ്, തനിക്ക് ഈ ട്രിപ്പ് വന്നത് ഇഷ്ടമായില്ലേ? അപ്പോ ഗംഗ പറയാണ്, എനിക്ക് എന്ത് ഇഷ്ടമാകുന്നുണ്ടെന്നാ വിനീതേട്ടൻ ചോദിക്കുന്നേ? വിനീതേട്ടൻ വന്നത് എന്റെ കൂടെ സമയം ചെലവഴിക്കാനല്ലോ, വിനീതേട്ടന് പ്രധാനം അവരല്ലേ, പിന്നെ എന്തിനാ എന്നെ ട്രിപ്പിന് കൊണ്ടുവന്നേ? അവരെ കൂട്ടി പോയാ പോരായിരുന്നോ? ഫുൾ ടൈം അവരുടെ ഒപ്പം കളിച്ചിരിക്കുവല്ലേ. ഞാനിവിടെ ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്ത് തനിച്ചിരിക്കുന്നത് കണ്ടിട്ടും വിനീതേട്ടന് ഒരു സ്നേഹവും ഇല്ലാലോ എന്നോട്. എനിക്ക് എത്ര സങ്കടമുണ്ടെന്ന് വിനീതേട്ടന് മനസ്സിലാകുന്നില്ലാലോ. പിന്നെ എന്തിനാ എന്നെ ഈ ട്രിപ്പിന് കൊണ്ടുവന്നേ എന്നൊക്കെ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടേയാക്കോ എന്ന് ദേഷ്യത്തില് പറയാണ് ഗംഗ. വിനീതിന് ഇതൊക്കെ കേട്ടപ്പോ സങ്കടാവാണ്. വിനീത് എന്നിട്ട് ഒരു സ്ഥലത്ത് തനിച്ചിരിക്കുകയാണ്. അത് കാണുന്ന സലീംബിക്ക എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് വിനീതിനോട്.
അപ്പൊ വിനീത് സലീമിക്കയോട് പറയാണ്, ഞാൻ ഈ ട്രിപ്പ് വന്നത് തന്നെ ഗംഗയ്ക്ക് ഇഷ്ടാവും എന്ന് കരുതിയിട്ടല്ലേ, പക്ഷെ അവൾക്ക് ഇതൊന്നും ഇഷ്ടമായിട്ടില്ല സലീമിക്ക. അപ്പൊ സലീമിക്ക വിനീതിനോട് പറയാണ്, അത് ശരിയാണ്, ഗംഗയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെടാനാണ്, നമ്മളൊക്കെ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോ അതിന്റെ ആകാംക്ഷയില് ഗംഗയെ തനിച്ചാക്കി വിട്ടത് ശരിയായില്ല. നമ്മള് നമ്മുടെ സന്തോഷം മാത്രം നോക്കി. അവളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ ശരിയാ, ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ എത്ര ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞാൻ ഇപ്പോഴാ ചിന്തിക്കുന്നേ. ഞാനത് നിന്നോട് പറയണമായിരുന്നു. എന്റെ അടുത്ത് വന്ന മിസ്റ്റേക്കാണ് വിനീതേ. അപ്പോഴാണ് വിനീതും അത് ചിന്തിക്കുന്നത്. എന്നിട്ട് ഇക്കയോട് പറയാണ്, അത് സാരമില്ല ഇക്ക, എന്റെ അടുത്തും മിസ്റ്റേക്ക് ഉണ്ട്, ഞാനും അത് ചിന്തിക്കണമായിരുന്നു. ഗംഗയെ ഞാൻ തനിച്ചാക്കാൻ പാടില്ലായിരുന്നു. നമുക്ക് ഇപ്പോ തന്നെ തിരിച്ചു പോകാം, ഇനിയും അവളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെല്ലാരും തിരിച്ചു പോവാണ്. പെട്ടെന്ന് അവരുടെ വണ്ടി നിന്ന് പോവാണ്. അപ്പോ അവരെല്ലാരും ടെൻഷൻ ആവുകയാണ്. അപ്പൊ ഡ്രൈവർ പറയാണ്, വണ്ടിക്ക് എന്താ പറ്റിയതെന്ന് മനസ്സിലാകുന്നില്ല, ഇത് പഴയ കാറല്ലേ, അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്, നിങ്ങൾ എല്ലാരും ഒന്ന് ഇറങ്ങി തള്ളുവാണേൽ വണ്ടി സ്റ്റാർട്ടാകും എന്ന് പറയാണ്. എന്നിട്ട് അവരെല്ലാവരും ഇറങ്ങി വണ്ടി തള്ളുവാണ്. അങ്ങനെ ഒരുപാട് തവണ തള്ളി വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്. ഇതും കൂടി ആയതോടുകൂടി ഗംഗയ്ക്ക് ഈ ട്രിപ്പ് തന്നെ മടുത്തുപോയി. ഗംഗ ആഗ്രഹിച്ചതൊന്നും തന്നെ അവൾക്ക് അവളുടെ ലൈഫിൽ നേടാൻ പറ്റിയില്ല. എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയത്. എന്റെ അച്ഛൻ ഉണ്ടായിരുന്നേൽ എന്റെ ജീവിതം എന്ത് അടിപൊളിയായേനെ എന്നൊക്കെ ചിന്തിക്കാണ് ഗംഗ. വിനീത് ഈ ചെയ്തു കൂട്ടിയതൊക്കെ അബദ്ധമായി പോയി. ഗംഗയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് വിനീതിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വിനീത് പിന്നെ ഒന്നും ഗംഗയോട് സംസാരിക്കാൻ നിന്നില്ല. എന്നിട്ട് ഗംഗയും വിനീതും വീട്ടിലെത്തുന്നുണ്ട്. അവരെ കാണുന്ന ശാരദ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ്. ഗംഗ അപ്പോ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോ എന്തു പറ്റിയെന്ന് ചോദിക്കാണ് ശാരദ വിനീതിനോട്. വിനീത് അപ്പോ ഒന്നുമില്ല അമ്മായി, അവൾക്ക് യാത്ര ചെയ്ത ക്ഷീണമുണ്ട്, അതാ അവള് പോയത്. ഗംഗ റൂമിലെത്തുമ്പോ യമുനയും നിളയും ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിച്ചില്ലേ? അപ്പൊ ഗംഗ പറയാണ്, അതിന് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലല്ലോ പോയേ, ഇക്കയും ബേബി ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടി ആയിരുന്നോ ട്രിപ്പ് പോയത്? എന്നാ ഞങ്ങളെയും കൂടി കൊണ്ടുപോകാമായിരുന്നു വിനീതേട്ടനെ എന്ന് യമുന ചോദിക്കുകയാണ്. അപ്പൊ ഗംഗ പറയാണ്, ഞാൻ ചോദിച്ചതാ, പക്ഷേ സ്ഥലമില്ലായിരുന്നു കാറില് എന്ന് കളിയാക്കി പറയാണ് ഗംഗ. ഇത് കേൾക്കുന്ന വിനീതിന് അപ്പോഴാണ് ഞാൻ ചെയ്തത് വലിയ തെറ്റായി എന്ന് മനസ്സിലാകുന്നത്. രഘുനാഥൻ ശിവരാജന് എഴുതി കൊടുത്ത പവർ ഓഫ് പെറ്റേണി ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ച കാര്യം അറിഞ്ഞ ശിവരാജൻ ഒന്ന് പേടിക്കാണ്. കാരണം അതിന്റെ ധൈര്യത്തിലാണ് ജയപാലനും ഒത്ത് ആ തോട്ടത്തിന്റെ കരാറ് നടത്തിയത്. ഇത് ക്യാൻസൽ ചെയ്താൽ ശിവരാജൻ പെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രഘുനാഥൻ സാറിന്റെ കാല് പിടിച്ച് മാപ്പൊക്കെ പറയാണ് ശിവരാജൻ. അത് ക്യാൻസൽ ചെയ്യരുത്, എനിക്ക് ഒരു അവസരം കൂടി അച്ഛൻ തരണം, അച്ഛന്റെ മോളെ ഓർത്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചെടുക്കാൻ ശ്രമിക്കാണ് ശിവരാജൻ. ഇത് കേൾക്കുന്ന നരൻ ശിവരാജനോട് പറയാണ്, എന്താ ചെറിയച്ഛ, പുതിയ അടവുമായി വന്നതാണോ? അപ്പോ ശിവരാജൻ നരനെയും സോപ്പിടാണ്. എനിക്കൊരു അബദ്ധം പറ്റിയതാടാ, എന്നോട് ക്ഷമിക്കാടാ, നീയൊന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്ക്. നരൻ അപ്പോ ചെറിയച്ഛനോട് പറയാണ്, ചെറിയച്ഛന്റെ അടവൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി അതും പറഞ്ഞ് കഷ്ടപ്പെടണ്ട, ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തിക്കോളാം. അത് കേട്ടപ്പോ ശിവരാജൻ ഒന്ന് ടെൻഷൻ ആകുകയാണ്. ഇതുവരെ ഒറ്റയ്ക്ക് ആരും അറിയാതെ ഓരോ കാര്യങ്ങൾ നടത്തുവായിരുന്നു ശിവരാജൻ. നരൻ ആ ബിസിനസ് നോക്കി നടത്തിയാൽ ശിവരാജന്റെ എല്ലാ കള്ളത്തരവും പൊളിയും എന്ന് മനസ്സിലായ ശിവരാജൻ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് ജയപാലനെ വിളിച്ച് ഈ നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുവാണ് ശിവരാജൻ. ഇത് കേൾക്കുന്ന ജയപാലനും ടെൻഷൻ ആകുകയാണ്. കാരണം ഈ സ്ഥലത്തിന്റെ ഓണർ ഈ രഘുനാഥൻ സാറാണ്. അവരറിയാതെയാണ് ജയപാലൻ ശിവരാജനും ഒത്ത് അരവിന്ദന് കൊടുക്കേണ്ട സ്ഥലം ജയപാലന്റെ പേരിലേക്ക് മാറ്റിയത്. ഈ കാര്യം കാവേരി കണ്ടുപിടിച്ച കോടികൾ വില വരുന്ന ഈ തോട്ടം ജയപാലന് നഷ്ടപ്പെടും എന്ന് ഒരു പേടി ജയപാലന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാവേരി ആ തോട്ടത്തെ പറ്റി അന്വേഷിക്കുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി കള്ളക്കണ്ണീരും കാണിച്ച് സ്നേഹത്തീരം വീട്ടിലേക്ക് വന്ന് ശാരദയുടെ മുമ്പിൽ അഭിനയിക്കാണ് ജയപാലൻ. എന്നിട്ട് ശാരദയോട് ജയപാലൻ പറയാണ്, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്,
എനിക്ക് എന്റെ അരവിന്ദനെ ചതിക്കാൻ പറ്റോ എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് പോലുമില്ല എന്ന് കരഞ്ഞോണ്ട് പറയാണ്. നിങ്ങൾ എന്നെ ധിക്കരിച്ച് ഗംഗയെ വിനീതുമായി കല്യാണം കഴിച്ചപ്പോ എനിക്ക് ചെറിയ വാശിയായി. ഞാൻ അവളുടെ നല്ല ഭാവിയാണ് നോക്കിയത്, അല്ലാതെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. എന്റെ അരവിന്ദന്റെ കുടുംബമല്ലേ നിങ്ങള് എന്നൊക്കെ പറഞ്ഞ് ശാരദയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് ജയപാലൻ. ഇത് കേൾക്കുന്ന കാവേരി ജയപാലനോട് പറയാണ്, ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി അരവിന്ദന്റെ കുടുംബത്തോടുള്ള ജയപാലന്റെ സ്നേഹം. അതുകൊണ്ട് കൂടുതൽ നാടകമൊന്നും ഇവിടെ നിന്ന് കളിക്കാതെ ഇറങ്ങിപ്പോയിക്കോന്ന് പറയാണ് കാവേരി. ജയപാലൻ അപ്പൊ കാവേരിയോട് പറയാണ്, നീ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ എന്ന് പറഞ്ഞ് അവളുടെ സ്നേഹം നേടാൻ ശ്രമിക്കുകയാണ് ജയപാലൻ. കാരണം ജയപാലന് എങ്ങനെയെങ്കിലും കാവേരി ആ തോട്ടത്തെ പറ്റി അന്വേഷിക്കുന്നത് നിർത്തണം. പക്ഷേ അവരാരും തന്നെ ജയപാലനെ വിശ്വസിക്കുന്നില്ല എന്ന് ജയപാലന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ തോട്ടത്തിന്റെ സത്യം മനസ്സിലാക്കാതിരിക്കാൻ കാവേരിയെ ഇല്ലാതാക്കണം എന്നൊരു ചിന്ത ജയപാലന് തോന്നുകയാണ്. എന്നിട്ട് കാവേരിയെ തീർക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കാണ് ജയപാലൻ. അത് മനസ്സിലാക്കുന്ന കാവേരി അവരിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുവാണ്. പെട്ടെന്നൊരു രക്ഷകനെ പോലെ നരൻ അങ്ങോട്ട് വരികയും കാവേരിയെ ആ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുവാണ്. ഇനിയുള്ള എപ്പിസോഡിൽ നരൻ കാവേരിക്കൊപ്പമുള്ള അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.